ഫർണിച്ചർ വിപണന രംഗത്ത് 13 വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ. നിങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ ലോകോത്തര ബ്രാൻഡായ ഹെർക്കുലീസ് ഫിറ്റ്നസ് എക്യുപ്മെന്റ്സുകൾ നിങ്ങൾക്കും സ്വന്തമാക്കാം. വെൽനെക്സ് ഫിറ്റ്നസ് എക്യുപ്മെന്റ് സെയിൽസ് ആൻഡ് സർവീസ് നിയർ സീതി ഹാജി സ്റ്റേഡിയം, എടവണ്ണ. മുസ്ലിം ലീഗ് ഓഫീസിന് നേരെ നടന്ന ആക്രമണത്തിൽ പ്രതിഷേധിച്ച് UDF ഇന്ന് ആഹ്വാനം ചെയ്ത ഹർത്താൽ പിൻവലിച്ചു. ഇന്ന് രാവിലെ പെരിന്തൽമണ്ണ നിയോജക മണ്ഡലത്തിൽ ഹർത്താൽ ആരംഭിച്ച് 2 മണിക്കൂർ ആകുന്നതിന് മുൻപാണ് UDF ഹർത്താൽ പിൻവലിച്ചത്. മുസ്ലിം ലീഗ് ഓഫീസ് ആക്രമിച്ച കേസിലെ പ്രതികളെ പിടികൂടിയതിനാലും ജനത്തിന്റെ ബുദ്ധിമുട്ട് കണക്കിലെടുത്തുമാണ് UDF തീരുമാനം. നേരത്തെ രാവിലെ 6 മുതൽ വൈകിട്ട് 6 മണി വരെ ഹർത്താൽ നടത്താനാണ് നിശ്ചയിച്ചിരുന്നത്. ഇന്നലെ രാത്രി വളരെ ദാരുണമായിട്ടുള്ള ഒരു ആക്രമണമാണ് മുസ്ലിം ലീഗിന്റെ നിയോജകമണ്ഡലം ഓഫീസിന് നേരെ CPM അഴിച്ചുവിട്ടത്. വളരെ സമാധാനപരമായിട്ട് നടന്ന ഒരു വിജയാഘോഷ പ്രകടനം CPMന്റെ ഓഫീസ് നിലകൊള്ളുന്ന പട്ടാമ്പി റോഡിലേക്ക് പോലും പോകാതെ തിരിച്ചുവിടാതെ വളരെ കൃത്യമായി ആഘോഷം നടത്തി പിരിഞ്ഞു പോയതിനു ശേഷം വളരെ ആസൂത്രിതമായൊരു ഗൂഢാലോചന നടത്തി CPM ഒരു കുപ്രചരണം നടത്തി CPMന്റെ ഓഫീസിന് ആക്രമണം ഉണ്ടായി എന്ന കള്ളപ്രചരണം നടത്തിയാണ് മുസ്ലിം ലീഗിന്റെ ഓഫീസ് ആക്രമിച്ചത്. ഉടനെ തന്നെ മുസ്ലിം ലീഗിന്റെയും UDFന്റെയും പ്രവർത്തകന്മാർ വളരെ ശക്തമായി രാത്രി തന്നെ ഹൈവേ ഉപരോധിച്ച് നമ്മളെല്ലാവരും നടത്തിയ ഒരു വലിയ സമരം, ആ സമരത്തെ തുടർന്ന് പോലീസ് നടത്തിയ കൃത്യമായിട്ടുള്ള ആക്ഷൻ, അതിന് പ്രത്യേകിച്ച് പെരിന്തൽമണ്ണ പോലീസിനെ അഭിനന്ദിക്കാൻ കൂടി അവസരം ഉപയോഗിക്കുകയാണ്. രാത്രിക്ക് രാത്രി തന്നെ 5 പ്രതികളെയും കൃത്യമായി പിടികൂടി പോലീസ് വളരെ ശക്തമായി അക്രമകാരികൾക്കെതിരായിട്ടുള്ള നിലപാടെടുത്തിട്ടുണ്ട്. ഇനിയും പ്രതികളെ പിടികൂടാനുണ്ട്. പോലീസ് ആക്ഷൻ തുടരുകയാണ്. ഇന്നലെ രാത്രി ഈ പ്രതികൾ പിടിയിലാകുന്ന സാഹചര്യം ഉണ്ടാകാത്തതിനാലാണ് നമ്മളൊരു ഹർത്താൽ പ്രഖ്യാപിച്ചിരുന്നത്. ഇന്ന് UDFന്റെ ബഹുമാന്യരായിട്ടുള്ള നിയോജകമണ്ഡല നേതാക്കന്മാരെല്ലാവരും ഒരുമിച്ച് കൂടി ഞങ്ങളൊരു തീരുമാനമെടുത്തിരിക്കുകയാണ്. സാധാരണക്കാരുടെ പിന്തുണയിലാണ് ഈ ഭരണമാറ്റവും ഈ വിജയവും എല്ലാം ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് ഇത്തരമൊരു വൈകാരികമായ സമയത്തിലാണ് നമ്മളൊരു ഹർത്താലിനെ കുറിച്ച് ആലോചിച്ചത്. പക്ഷേ പോലീസ് കൃത്യമായി ഇടപെടുകയും പ്രതികൾ പിടികൂടപ്പെടുകയും ചെയ്ത സാഹചര്യത്തിൽ നാട്ടുകാർക്ക് ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടും ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് നിലവിൽ പ്രഖ്യാപിച്ച ഹർത്താൽ കൂടിയാലോചനയിലൂടെ UDFന്റെ നേതാക്കളുടെ എല്ലാവരുടെയും കൂടിയാലോചനയിലൂടെ ഈ ഹർത്താൽ പിൻവലിക്കുന്നതായി അറിയിക്കുകയാണ്. പെരിന്തൽമണ്ണ മുസ്ലിം ലീഗ് ഓഫീസിന് നേരെ കല്ലേറുണ്ടായതിൽ പ്രതിഷേധിച്ചായിരുന്നു ഹർത്താലിന് ആഹ്വാനം ചെയ്തത്. CPM പ്രവർത്തകനാണ് ആക്രമണത്തിന് പിന്നിലെന്ന് മുസ്ലിം ലീഗ് ആരോപിച്ചു. നജീബ് കാന്തപുരം MLAയുടെ നേതൃത്വത്തിൽ മുസ്ലിം ലീഗ് പ്രവർത്തകർ പെരിന്തൽമണ്ണയിൽ റോഡ് ഉപരോധിച്ച് പ്രതിഷേധിക്കുകയും ചെയ്തു. കഴിഞ്ഞ ദിവസം വൈകിട്ട് പെരിന്തൽമണ്ണയിൽ CPM ഓഫീസിന് നേരെ കല്ലേറുണ്ടായിരുന്നു. ഇതിൽ പ്രതിഷേധിച്ച് CPM പ്രവർത്തകർ നടത്തിയ പ്രകടനത്തിനിടെയാണ് മുസ്ലിം ലീഗ് ഓഫീസിന് നേരെ കല്ലേറുണ്ടായത്. ന്യൂസ് ബ്യൂറോ, നിലമ്പൂർ. ഇനി ലോകമെമ്പാടുമുള്ള ഇന്ത്യക്കാർ ആഘോഷിക്കും. ആഘോഷങ്ങളെല്ലാം മലബാറിനൊപ്പം. കാരണം മലബാർ നിങ്ങൾക്കായി ഒരുക്കുന്നു ഒരു സുവർണ അവസരം. അത് നിങ്ങളുടെ ആഘോഷങ്ങളെ കൂടുതൽ സവിശേഷമാക്കും. അതുകൊണ്ടിനി കൂടുതൽ സമ്പാദ്യം, കൂടുതൽ സന്തോഷം, കൂടുതൽ ആഘോഷങ്ങൾ. എല്ലാ ആഘോഷങ്ങളും മലബാറിനൊപ്പം.